അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. സ്നേഹിച്ച് സ്നേഹം ഏറെ വാരിക്കോരി നേടിയെടുത്ത് ഇതാണ് വിസ്മയകരമായ ജീവിതത്തിൻ്റെ ചക്രം തിരിയുന്ന വീഥി എന്ന് ധരിച്ച് മുന്നേറിയിട്ടുള്ളവരാണ് നമ്മൾ. സ്നേഹിക്കുമ്പോൾ കണ്ണും മുക്കിലൊരു സ്നേഹിക്കും നമ്മൾ. സ്നേഹിക്കപ്പെടുന്നതിൽ നമ്മൾക്ക് തൃപ്തി കുറവ്, ഒരാളെ സ്നേഹിച്ചിട്ട് അത് മതിയാകാത്ത അതൃപ്തമായ ഹൃദയം. പക്ഷേ യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ആ ഉൾമുഖം സ്വാർത്ഥതയില്ലാത്തതാണ്. ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. ധാരാളം ലഭിച്ചോ, ആയി, ലഭിച്ചതിന് നന്ദി. ധാരാളം കൊടുത്തോ, കൊടുത്തവന് എൻ്റെ ഔദാര്യപൂർണമായ ദാന സംതൃപ്തി. പക്ഷെ ചില ആളുകൾ നമ്മൾ കൊടുത്തതും നമ്മൾ കൊടുത്തപ്പോൾ അവർ സ്വീകരിച്ചതും അവർ തന്നപ്പോൾ നമ്മൾ കൈക്കൊണ്ടതുമായ സ്നേഹത്തിൻ്റെ ആ കറയില്ലായ്മയിൽ നിന്ന് ചിലപ്പോഴൊക്കെ വ്യതിചരിക്കും. സാഹചര്യങ്ങൾ കൊണ്ട് കണ്ടില്ല, മിണ്ടിയില്ല, വിളിച്ചില്ല, നോക്കിയില്ല, ചിരിച്ചില്ല, തൊട്ടില്ല, സ്നേഹിച്ചില്ല, വാരിയില്ല, കോരിയില്ല, തോളിലേറ്റിയില്ല എന്നൊക്കെ പറയുന്ന ചില പരിദേവന കഥകൾ ചില ദ്വയങ്ങളിൽ നിന്ന് കേൾക്കാം. സങ്കീർത്തകൻ 54:1 പറയും, ദൈവമേ കർത്താവേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. ചില ആളുകൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടമായിരിക്കും. ചില ആളുകൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് വളരെ വിദ്വേഷവും പകയും ചിലപ്പോൾ തോന്നാം. ചില ആളുകൾക്ക് അങ്ങനെയല്ല, പതുങ്ങിയിരുന്ന് പക വീട്ടും. കാരണം അവരുടെ മനസ്സിൽ നനച്ചിരിക്കുന്ന ഒരുവനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ള ഒരു നിലവിലാണ്. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ എയർപോർട്ടിൽ ഉയരം കുറഞ്ഞ ചില ആളുകൾ തൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ്റെ തോളിൽ പിടിച്ച് വരാൻ പോകുന്ന ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പലവിധ ചെക്കിങ്ങും കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുന്ന മകനെ, മകളെ, ഭർത്താവിനെ, ഭാര്യയൊക്കെ ഇല്ലാത്ത ഉയരം പെരുവിരലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് കാണാനുള്ള കൊതിയോടുകൂടി ഇങ്ങനെ ഇരമ്പി നിൽക്കുന്നത് കണ്ടിട്ട്. എന്താണത്? ഹൃദയത്തിൽ അങ്ങനെയാണ് അവരെ വെച്ചിരിക്കുന്നത്. ആര് കൈവിട്ടാലും കൈവിടാത്ത, ആര് വഴുതിയാലും വഴുതിപ്പോകാത്ത, ഏത് തെന്നലുള്ളിടത്തും തെന്നാതെ നിന്ന് സ്നേഹിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ നാമത്തെ ഓർക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നത് രക്ഷയാണ്. ദൈവമേ കർത്താവേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ചില സ്പർശ്യവും സുഗന്ധം നൽകുന്നതും എന്നും, പക്ഷെ ഒരു പൂവിതൾ പോലെ മനോഹരവും പൂക്കൂടയിൽ സൂക്ഷിക്കുന്ന മധുവും പോലെ രസിപ്പിക്കുന്ന, സ്നേഹം കൊണ്ട് നമ്മെ ഒരുപക്ഷെ ത്രസിപ്പിക്കുന്നവർ ഒരുപക്ഷെ കടന്നുപോകും. മരണം മൂലം മരിച്ചതുപോലെ കടന്നു പോകുന്നവരുണ്ട്, ശരിക്കും മരിച്ചു പോകുന്നവരുണ്ട്, വിസ്മൃതിയുടെ ആഴങ്ങളിൽ മരിച്ചുപോയി എന്ന് നമുക്ക് നനയ്ക്കാവുന്നതുപോലെ ഉള്ളവരുണ്ട്. ഇവിടെയൊക്കെ ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ എന്നുള്ള ആ സങ്കീർത്തകന്റെ ഉൾവിളി നമുക്കുണ്ടായി. ഓർക്കുമ്പോഴൊക്കെ സ്നേഹിക്കാൻ, സ്നേഹത്തോടുകൂടി ഓർക്കാൻ, ഓർത്തിരിക്കുമ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ, സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തിരിക്കാൻ ദൈവനാമം, രക്ഷയുടെ നാമം ഹൃദയത്തിൽ പതിഞ്ഞിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ. ദൈവം അനുഗ്രഹിക്കട്ടെ.